എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഇന്ന് 1201 ആണ്ട് മകരമാസം 15-ാം തീയതി, ക്രിസ്തുവർഷം 2026 ജനുവരി മാസം 30-ാം തീയതിയാണ്. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം പറയുന്നത് മേടൻ രാശിയുടെ ഫലമാണ്. അശ്വതി നക്ഷത്രം, ഭരണി നക്ഷത്രം, പിന്നെ കാർത്തിക നക്ഷത്രത്തിൻ്റെ കാൽഭാഗവും ചേർന്നതാണ് മേടം രാശി. നിങ്ങൾക്ക് കർമ്മരംഗത്ത് അഭിവൃദ്ധിയും അതുപോലെ ധനപരമായിട്ടുള്ള ഭാഗ്യങ്ങളും സഹോദരങ്ങളിൽ നിന്നുള്ള സ്നേഹവും സന്തോഷവും അതുപോലെ മാതാവ് സംബന്ധിച്ചിട്ടുള്ള ബന്ധുക്കളിൽ നിന്നുമുള്ള സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ ലഭിക്കും. സമ്പത്തും ലഭിക്കും. കുടുംബത്തിൽ നിന്ന് സമ്പത്തും സൗഭാഗ്യങ്ങളും ഒക്കെ ലഭിക്കുന്ന ദിവസമാണ്. അതുപോലെ തന്നെ മനസ്സമാധാനം പൊതുവെ കുറഞ്ഞു പോകും. ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ നമ്മൾ കർമ്മരംഗത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ളത് കൊണ്ട് ഉച്ചവരെ കുറച്ച് നമ്മൾ നല്ല മൂഡായിരിക്കും. പിന്നീട് നമ്മൾ കുറച്ച് മൂഡ് ഓഫ് ആവേണ്ട ഒരു ദിവസം കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ജോലി സ്ഥലത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധാപൂർവം ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയില്ലെങ്കിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ശത്രുക്കളിൽ നിന്നും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനും അതുപോലെ കേസിലൊക്കെ ചെന്ന് ചാടാനും ഒക്കെയുള്ള ഒരു സമയമാണ്. വളരെയേറെ സൂക്ഷിക്കേണ്ട സമയമാണ്. കള്ളന്മാരെയും സൂക്ഷിക്കേണ്ടതുണ്ട്. പൈസയൊക്കെ കളഞ്ഞു പോകാതെയും കൂടെ സൂക്ഷിക്കേണ്ട ദിവസം കൂടെയാണിന്ന്. അതുപോലെ ഭാര്യാഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം കുറച്ച് നന്നാവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സംസാരവും പ്രശ്നങ്ങളും ഒക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. ആയുസ്സിന് വലിയ കുഴപ്പമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശ്വരാനുഗ്രഹം ഉള്ളതുകൊണ്ട്, അതുപോലെ തന്നെ ലഗ്നാധിപതി 10-ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഉച്ചത്തിൽ നിൽക്കുന്ന ദിവസമാണ്. അപ്പം നിങ്ങൾക്ക് ഒരു രാജയോഗമുള്ള ദിവസമാണെന്ന് വേണം പറയാൻ. അപ്പോൾ നിങ്ങൾക്ക് ആയുസ്സിന് തകരാറൊന്നും സംഭവിക്കില്ല. പക്ഷേ യാത്രയൊക്കെ ഒന്ന് നല്ലതായിട്ട് സൂക്ഷിക്കണം. ദീർഘായുർയോഗമുള്ള സമയമാണ്. അതുപോലെ വരുമാനത്തിലും ഭാഗ്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും എല്ലാ കാര്യവും ഒന്ന് ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ചിലവാക്കിയാൽ നല്ലത്. അതുപോലെ വാക്കുകളൊക്കെ സൂക്ഷിച്ചുപയോഗിക്കണം. വരുമാനം കിട്ടുന്ന പൈസയൊക്കെ വളരെയേറെ സൂക്ഷിക്കേണ്ട സമയം കൂടെയാണ്. നിങ്ങളുടെ കർക്കശമായിട്ടുള്ള സ്വഭാവങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് സോഫ്റ്റ് ആക്കുന്നത് നല്ലതായിരിക്കും. ബാക്കിയുള്ളവരിൽ നിന്നൊക്കെ അതൃപ്തിയൊക്കെ ഉണ്ടാവേണ്ട സമയമാണ്. മേലുദ്യോഗസ്ഥരൊക്കെ എന്തെങ്കിലും വഴക്ക് പറഞ്ഞാലും ഒന്ന് സൈലൻ്റായിട്ടിരിക്കുന്നതായിരിക്കും നല്ലത്. എല്ലാ കാര്യങ്ങൾക്കും ഇന്നത്തെ ദിവസം അധികം മറുപടി പറയാൻ നിൽക്കേണ്ട. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന മാറ്റങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ദിവസം സംസാരം ഒന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെയേറെ അത്യന്താപേക്ഷിതമാണ്. ഇനി നമുക്ക് ഇടവൻ രാശിയിലേക്ക് പോകാം. ഇടവൻ രാശിയിലെ നക്ഷത്രങ്ങളെന്ന് പറയുമ്പം കാർത്തികയുടെ അവസാനത്തെ 3 പാദവും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ പകുതി ഭാഗവും ചേർന്നതാണ് ഇടവൻ രാശി. ഇടവൻ രാശിക്കാർക്ക് ഭാഗ്യസ്ഥാനത്ത് ലഗ്നാധിപതി നിൽക്കുന്ന സമയമാണ്. എങ്കിൽ പോലും അവിടെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. കാരണം കുറച്ച് അപവാദങ്ങളൊക്കെ കേൾക്കാനൊക്കെയുള്ള സമയമാണ്. അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. അതുപോലെ ഭാഗ്യാധിപതിയായിട്ടുള്ള ഗ്രഹം 11-ാം ഭാവത്തിൽ നിൽക്കുക. അപ്പോൾ എല്ലാ ഭാഗ്യങ്ങളും സർവാഭീഷ്ടാഗമോ എന്ന് പറയും. എല്ലാ അഭീഷ്ടങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്യണം. വന്നാൽ മാത്രം പോരല്ലോ. നമുക്ക് പൈസയായാലും എന്ത് ഭാഗ്യമായാലും വന്നാൽ മാത്രം പോരാ. അത് നമ്മളൊന്ന് സമ്പാദിക്കാനും കൂടെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതിപ്പോൾ സൂക്ഷിച്ചാലേ പറ്റുള്ളൂ. നമുക്ക് കൈ കിട്ടുമ്പോൾ പൈസ സൂക്ഷിച്ചിട്ടല്ലേ കാര്യമുള്ളൂ. പൈസ എല്ലാം തീർന്നിട്ട് പിന്നെ തീർന്നു എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. പിന്നെ പുതിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ വാങ്ങിക്കാൻ ഒക്കെ പറ്റുന്ന ഒരു ദിവസമാണ്. നിങ്ങൾക്ക് പൊതുവെ ഇന്നത്തെ ദിവസം വളരെ നന്നായിരിക്കും. അതുപോലെ തന്നെ ക്ഷേത്രദർശനം നടത്തണം. എല്ലാ ഭാഗ്യങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാനായിട്ട് മഹാലക്ഷ്മിയുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതോ അല്ലെങ്കിൽ മഹാലക്ഷ്മിയുടെ ചില മന്ത്രങ്ങളൊക്കെ നമുക്ക് നെറ്റിൽ അവൈലബിൾ ആണ്. അതൊക്കെ നമ്മളെടുത്ത് പ്രാർത്ഥിക്കുന്നതും അല്ലെങ്കിൽ മഹാലക്ഷ്മിയെ നമ്മുടെ വീട്ടിൽ തന്നെ വിളക്ക് കത്തിക്കുമ്പോൾ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതൊക്കെ ഏറ്റവും നല്ലതാണ്. അതുപോലെ തുളസി പൂജ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. തുളസി തറയിൽ വിളക്ക് കത്തിക്കണം. മുടങ്ങാതെ വിളക്ക് കത്തിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതുപോലെ ഈ സമയത്ത് പ്രത്യേകിച്ചും തുളസി തറയിൽ വിളക്ക് കത്തിക്കുന്നത് നല്ലതാണ്. കാരണം വരുമാനമൊക്കെ നമ്മുടെ കയ്യിൽ നിൽക്കണ്ടേ. അത് നമ്മുടെ വീട്ടിലൊരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന പൈസയൊക്കെ നമ്മുടെ കയ്യിൽ തങ്ങുള്ളൂ. ഇല്ലെങ്കിൽ ഒക്കെ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതകളും കൂടെ ഉണ്ട്. ശത്രുക്കളുടെ കയ്യിൽ നമ്മുടെ പൈസ അകപ്പെട്ടു പോകാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. പൈസയൊക്കെ ഒന്ന് സൂക്ഷിക്കുക. സാമ്പത്തികമായിട്ടൊക്കെ ഒന്ന് സൂക്ഷിക്കുക.
ബാക്കി അതൊഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നല്ലതായിരിക്കും. ആരോഗ്യപരമായിട്ടും വലിയ മോശമല്ലാത്ത ഒരു ദിവസമായിരിക്കും. 2 വ്യാഴം നിൽക്കുന്ന ദിവസം നിൽക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ബാക്കിയുള്ളവരോട് ആശയവിനിമയം ചെയ്യുന്നതിനും അതുപോലെ നല്ല കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്നതിനുമൊക്കെ പറ്റിയ അനുയോജ്യമായിട്ടുള്ള സമയമാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ സാധിച്ചെടുക്കുക. പ്രത്യേകിച്ചും എഴുത്തുകൊണ്ടും വാക്കുകൊണ്ടുമൊക്കെ നേടാനുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയമാണ്. ഇനി നമുക്ക് മിഥുനൻ രാശിയിലേക്ക് പോകാം. മകയിരത്തിൻ്റെ അവസാന പകുതിയും തിരുവാതിരയും പുണർദത്തിൻ്റെ ആദ്യ പാദവും ചേർന്നതാണ് മിഥുനം രാശി. മിഥുനം രാശിക്കാർക്ക് ലഗ്നത്തിൽ വ്യാഴോദയമാണ്. നല്ല സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടുന്ന ഒരു ദിവസമാണ്. എന്നാലും ഭാഗ്യത്തിന് ചില തടസ്സങ്ങളൊക്കെ ഉണ്ട്. ഭാഗ്യങ്ങളൊക്കെ വരുന്നത് തടസ്സപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ലഗ്നത്തിൽ വ്യാഴോദയം ഉണ്ടെങ്കിൽ പോലും ഭാഗ്യസ്ഥാനത്ത് രാഹു നിൽക്കുന്നത് കൊണ്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ പൈസയൊക്കെ ബാക്കിയുള്ളവരുടെ കയ്യിലൊക്കെ അകപ്പെട്ട് പോകാനൊക്കെയുള്ള നമ്മുടെ ഭാഗ്യം ചില ആൾക്കാരുടെ പ്രവൃത്തി മൂലം നഷ്ടപ്പെട്ടു പോകാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. തരാമെന്ന് ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്കൊക്കെ മാറാനുള്ള സാധ്യതകളുള്ള ദിവസമാണ്. ആരെങ്കിലുമൊക്കെ പൈസ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട തൽക്കാലം സാധ്യത തീരെ കുറവാണ്. അങ്ങനത്തെ ഉള്ള ദിവസമാണ് ഇന്നത്തെ ദിവസം. അതുപോലെ തന്നെ സുഹൃത്തുക്കളൊക്കെ വളരെ സ്നേഹത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയൊക്കെ പെരുമാറുന്ന ദിവസമാണ്. നിങ്ങൾക്ക് ഒരു സൈഡ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായാലും മറ്റൊരു വശം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും സന്തോഷപ്രദമായിട്ടുള്ള ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗവും അതുപോലെ തന്നെ പൂയവും ആയില്യവും ചേർന്നതാണ് കർക്കിടകം രാശി. കർക്കിടകം രാശിക്കാർക്ക് ഇപ്പോൾ പൊതുവേ നല്ല സമയമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നല്ല ധൈര്യവും അതുപോലെ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള കാര്യപ്രാപ്തി ഉണ്ടാകുന്ന ഒരു സമയവും കൂടെയാണ്. അപ്പോൾ നിങ്ങൾക്ക് യാത്രയൊക്കെ പോകാനുണ്ടെങ്കിൽ ഇപ്പോൾ പോകാൻ പറ്റും. തീർത്ഥാടനത്തിന് പോകണമെങ്കിൽ തീർത്ഥാടനത്തിന് പോകാം. അതല്ല വിദേശ രാജ്യത്ത് പോകണമെങ്കിൽ വിദേശ രാജ്യത്ത് പോകാം. വിദേശത്ത് ജോലി ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഏറ്റവും നല്ല സമയമാണ്. കുടുംബാംഗങ്ങളെ കൂടെ നിങ്ങളുടെ കൂടെ കൂട്ടാൻ പറ്റിയ ഒരു സമയമാണിത്. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായിട്ടും സമാധാനമായിട്ടും കഴിഞ്ഞുകൂടാൻ പറ്റിയ സമയമാണെങ്കിലും കുറച്ച് ധനനഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ലതിന് വേണ്ടി ഉപയോഗിക്കാം. ധനനഷ്ടം ഉണ്ടാവേണ്ട സമയമാകുമ്പോൾ നിങ്ങളുടെ പൈസ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. ദാനം ചെയ്യാൻ അല്ലെങ്കിൽ ക്ഷേത്ര ദർശനത്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ ഉപയോഗിക്കണം. അതുപോലെ കുട്ടികൾക്ക് പിന്നെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ പുസ്തകങ്ങൾ അതുപോലെ പേന പെൻസിൽ ഇങ്ങനെയുള്ള പഠനോപകരണങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. സാധുക്കളായ കുട്ടികൾക്ക് വസ്ത്രവും ഒക്കെ വാങ്ങിച്ചു കൊടുക്കുക ഒക്കെ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണെന്ന് വെച്ചാൽ 12 വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. ഒക്കെ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുള്ള സമയമാണ്. നമ്മുടെ ധനനഷ്ടം വരുന്ന ഒരു സമയമായതുകൊണ്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പൈസയൊക്കെ സൂക്ഷിച്ച് തന്നെ ചിലവാക്കണം. അതുപോലെ തന്നെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറഞ്ഞ് കുറച്ച് സ്വർണം തരാമോ അല്ലെങ്കിൽ പൈസ തരാമോ എന്നൊക്കെ ചോദിച്ചു വന്നാൽ ഇപ്പോൾ കൊടുക്കാൻ പറ്റുന്ന സമയമൊന്നുമല്ല. 12 വ്യാഴം കൊടുത്താലൊന്നും ആ പൈസ ഒന്നും തിരിച്ച് കിട്ടത്തില്ല. വളരെയേറെ ശ്രദ്ധിക്കണം. പൈസയുടെ കാര്യത്തിൽ വളരെ കരുതൽ വേണ്ട സമയമാണ്. നമ്മൾ നിപ്പിൽ തന്നെ നമ്മുടെ പൈസയൊക്കെ നഷ്ടപ്പെട്ട് നമ്മൾ ഒരു നിമിഷം കൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ട അപ്രതീക്ഷിതമായിട്ടുള്ള ധനനഷ്ടങ്ങൾ ഫേസ് ചെയ്യേണ്ട ഒരു സമയമാണ്. അപ്പോൾ അതിലൊന്നും നിങ്ങൾ പതറിപ്പോകരുത്. നിങ്ങൾ കർക്കിടകം രാശിക്കാരാണ്. നിങ്ങൾക്ക് ഒരുപാട് ഭാഗ്യങ്ങൾ, അൺലിമിറ്റഡ് ആയിട്ടുള്ള ഭാഗ്യങ്ങൾ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കർക്കിടകം രാശിക്കാർക്ക് ഒന്നിലധികം വീടുകൾ സ്വന്തമായിട്ട് നിർമ്മിക്കാനും അതിലൊക്കെ താമസിക്കാനും ഒക്കെയുള്ള ഭാഗ്യമുണ്ട്. അതുപോലെ തന്നെ എല്ലാ രംഗത്തും കർമ്മരംഗത്തൊക്കെ നന്നായിട്ട് ശോഭിക്കാനും അതുപോലെ കലാരംഗത്ത് ശോഭിക്കാനും ഒക്കെയുള്ള കഴിവ് ഈശ്വരൻ വാരിക്കോരി തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പെട്ടെന്നുണ്ടാകുന്ന ഒരു ധനനഷ്ടത്തിലൊന്നും നിങ്ങൾ വിഷമിച്ച് പോരുത്. അത് ചെറിയൊരു നഷ്ടമൊന്നും ആയിരിക്കില്ല, അതെനിക്കറിയാം. എന്നാൽ പോലും ധനനഷ്ടത്തിലൊന്നും നിങ്ങൾ വിഷമിക്കാൻ പാടില്ല. ഇപ്പം 12 വ്യാഴം സഞ്ചരിക്കുന്ന സമയത്ത് എന്തായാലും എല്ലാവർക്കും ധനനഷ്ടവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഇതൊക്കെ സ്വാഭാവികമാണെന്ന് വെച്ചാൽ ക്ഷമിക്കുകയും സഹിക്കുകയും അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യുക. ഇനി മുന്നോട്ട് ഭാഗ്യങ്ങൾ ഒരുപാടുണ്ട്. കർക്കിടക രാശിക്കാർ അങ്ങനെയാണ്, ഭാഗ്യവാന്മാരായിട്ടാണ് ജനിക്കുന്നത്. പക്ഷേ രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ നല്ല സമയമാണ്. കാരണം പ്രസംഗിക്കുക എന്നൊക്കെ പറയുന്നത് ഈ 12ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പം വാക്കുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ നന്നായിരിക്കും. അതുപോലെ ആചാര്യന്മാരായിട്ടുള്ളവർ തന്ത്രം മന്ത്രം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരൊക്കെ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. കാരണം 12 എന്ന് പറഞ്ഞാൽ ആചാര്യസ്ഥാനമാണ്. ആചാര്യസ്ഥാനത്ത് കാരകനായിട്ടുള്ള ഗ്രഹം നിൽക്കുകയാണ്. അപ്പം അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്.
കൃത്യമായിട്ട് മന്ത്രതന്ത്രങ്ങൾ പഠിച്ച ശേഷം മാത്രം പൂജകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പിന്നീട് ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഇനി അടുത്തത് നമുക്ക് ചിങ്ങൻ രാശിയിലേക്ക് പോകാം. ചിങ്ങൻ രാശിക്കാർക്ക്, ചിങ്ങൻ രാശി എന്ന് പറയുമ്പോൾ മകവും പൂരവും ഉത്രത്തിൻ്റെ ആദ്യ പാദവും ചേർന്നതാണ് ചിങ്ങൻ രാശി. ആ രാശിയുടെ സിമ്പൽ തന്നെ സിംഹത്തിൻ്റെ ഒരു സിമ്പലാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാനുള്ള കഴിവൊക്കെ ഉണ്ട്. പക്ഷേ പിത്തരസം കുറച്ച് കൂടുതലായിരിക്കും, പിത്തത്തിൻ്റെ പ്രൊഡക്ഷൻ ശരീരത്ത് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തലമുടിയൊക്കെ നന്നായിട്ട് കെയർ ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ്. കാരണം രാശ്യാധിപതിയായിട്ടുള്ള ഗ്രഹം രോഗസ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പം പിത്ത സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, അതുപോലെ ഡിപ്രഷൻ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണെന്ന് സൂക്ഷിക്കണം. അതുപോലെ നിങ്ങളുടെ പല്ലുവേദനയൊക്കെ ഉണ്ടാവേണ്ട ഒരു സമയം കൂടെയാണ്. അതും നിങ്ങൾ പല്ലിനൊക്കെ നല്ല കെയർ വേണ്ട സമയം കൂടെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. വളരെയേറെ ശ്രദ്ധിക്കുക. പക്ഷേ ബാക്കി എല്ലാ കാര്യം കൊണ്ടും, അതായത് കേസും കടവും ഒക്കെ കുറച്ച് ഉണ്ടാകാനുള്ള സമയം കൂടെയാണ്. അപ്പോൾ അതൊക്കെ ഉണ്ടാവാതെ നിങ്ങൾ എല്ലാ ദിവസവും ആദ്യം തന്നെ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തിയിട്ട് നിങ്ങൾ പുറത്ത് പോകാവുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളെന്ന് പറയുമ്പം സർവീസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയമാണ്. സർവീസ് എന്ന് പറയുമ്പോൾ ഒരുപാട് സർവീസ് മേഖലകളുണ്ട് കേട്ടോ. ഏറ്റവും ടോപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് വൈദ്യരംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്. കാരണം അവർ എല്ലാവർക്കും നന്മ ചെയ്ത് രോഗികളെയൊക്കെ ശുശ്രൂഷിച്ചിട്ടാണ് അവരൊരു സേവനമാണ്. അപ്പോൾ സേവന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ നല്ല സമയമാണ്. പ്രശസ്തിയും പേരും ഒക്കെ പെട്ടെന്ന് കിട്ടുന്ന ഒരു സമയമാണ്. അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ നല്ല ദിവസമായിരിക്കും. ബാക്കിയുള്ളവരൊക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ വാക്കുകളൊക്കെ സൂക്ഷിച്ചുപയോഗിക്കണം. ബുധനൊക്കെ വാക്കല്ലാതെ നിൽക്കുന്ന സമയമാണ്. 6ാം ഭാവത്ത്, ശത്രുഭാവത്തിൽ പോയി നിൽക്കുന്ന സമയമാണ്. നല്ലതിന് വേണ്ടി പറഞ്ഞാലും അത് കേൾക്കുന്നവരെങ്ങനെ എടുക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. മോശമായിട്ട് തന്നെ എടുക്കാൻ ആണ് സാധ്യത കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും വാക്കുകളുടെ ഉപയോഗം കുറയ്ക്കുന്നതായിരിക്കും ഇപ്പം നല്ലത്. അതുപോലെ തന്നെ ക്ഷേത്ര ദർശനമൊക്കെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ചും ഭഗവതിക്ക് പുഷ്പാഞ്ജലി, ഗുരുതി പുഷ്പാഞ്ജലി ഒക്കെ നടത്തുന്നത് ഇപ്പോൾ ഏറ്റവും നല്ലതാണ്. കാരണം ശത്രുക്കൾ തന്നെത്താനെ ഉണ്ടായി വന്നുകൊണ്ടേയിരിക്കും. അതുപോലെ കുടുംബാംഗങ്ങളുമായിട്ട് ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ഒക്കെ ചെയ്യേണ്ട സമയം. അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ളവരും നമ്മുടെ തൊഴിൽ രംഗത്ത് കൂടെ ഉള്ളവരും ഒക്കെ ശത്രുക്കളായിട്ട് തീരുന്ന സമയമാണ്. വളരെയേറെ സൂക്ഷിക്കുക എന്നാണ് എനിക്ക് ചിങ്ങൻ രാശിക്കാരോട് പറയാനുള്ളത്. ഇനി നമുക്ക് കന്നിരാശിയിലേക്ക് പോകാം. കന്നിരാശിയിലെ നക്ഷത്രങ്ങളെന്ന് പറയുമ്പോൾ ഉത്രത്തിൻ്റെ അവസാനത്തെ 3 പാദവും അത്തവും ചിത്തിര അരയും ചേരുന്നതാണ് കന്നിരാശി. ഈ കന്നിരാശിക്കാർ ഇപ്പോൾ ഏറ്റവും നല്ല സമയമാണ്. അതായത് അവരുടെ ചിന്തകളൊക്കെ ഫ്ലറിഷ് ആക്കാൻ പറ്റിയ സമയം. അതായത് ഒരുപാട് കാര്യങ്ങളൊക്കെ നിങ്ങളൊക്കെ സ്വപ്നം കണ്ടു വെച്ചിരുന്ന കുറേ കാര്യങ്ങളൊക്കെ സത്യമാക്കാൻ പറ്റുന്ന ഒരു സമയം കൂടെയാണിത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാം സത്യമാക്കി തീർക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ എഴുത്തുകാർക്ക്, അതുപോലെ കണക്ക് പഠിക്കുന്നവർക്ക് ഒക്കെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയമാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ വളരെ അനുയോജ്യമായിട്ടുള്ള സമയമാണിപ്പം നടക്കുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് തുലാം രാശിയെക്കുറിച്ചിട്ടാണ്. വിവാദങ്ങളിലും അതുപോലെ നമ്മുടെ അഭിമാനത്തിന് ക്ഷതമേക്കുന്ന സ്ഥലങ്ങളിലുമൊക്കെ ചെന്ന് പെടാതെ വളരെയേറെ സൂക്ഷിക്കണം. വളരെ കുറച്ച് മോശമുള്ള സമയം കൂടെയാണ്. പിന്നെ സമ്പത്ത്, അതുപോലെ ഭാഗ്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു സമയമാണ്. വാഹനം, വസ്ത്രം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സമ്പാദിക്കാനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയമാണ്. ആഭരണങ്ങൾ, സുഗന്ധദ്രവ്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു സമയമാണ്. കുടുംബത്തിൽ നിന്ന് കുടുംബാംഗങ്ങൾ തമ്മിലൊക്കെ നല്ല സ്നേഹവും സന്തോഷവും ഒക്കെ ആയിട്ടിരിക്കേണ്ട ഒരു സമയം കൂടെയാണിത്. നിങ്ങളപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് തെറ്റുകൾ ഉണ്ടാവാതെ ശ്രദ്ധിക്കുക. അത്രമാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ ദൈവനിശ്ചയം പോലെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സമയം വളരെ അനുയോജ്യമാണ്. ആരോഗ്യപരമായിട്ടാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാലിനൊക്കെ പ്രശ്നങ്ങളും വേദനയും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ വീഴ്ചയൊക്കെ അപകടങ്ങളൊക്കെ ഉണ്ടാവാതെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഇനി നമുക്ക് വൃശ്ചികൻ രാശിയിലേക്ക് പോകാം. വൃശ്ചികൻ രാശിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വിശാഖത്തിൻ്റെ അവസാന പാദവും അനീഴവും തൃക്കേട്ടയും ചേരുന്നതാണ് വൃശ്ചികൻ രാശിക്കാരുടെ നക്ഷത്രങ്ങൾ, വൃശ്ചിക രാശിയിലുള്ള നക്ഷത്രങ്ങൾ. ഈ വൃശ്ചിക രാശിയുടെ 2ാം ഭാവാധിപതി അഷ്ടമത്തിൽ പോയി നിൽക്കുകയാണ്.
അപ്പോൾ ധനപരമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ വാക്കുകളും ഒക്കെ സൂക്ഷിച്ചുപയോഗിക്കേണ്ട സമയമാണ്. സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ ഉണ്ടാകേണ്ട സമയമാണ്. സാമ്പത്തിക നഷ്ടമെന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോയില്ലെങ്കിലും താൽക്കാലികമായിട്ട് മറ്റുള്ളവരുടെ കയ്യിൽ അകപ്പെട്ടു പോകാനുള്ള സാധ്യതയുള്ള സമയമാണ്. അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് നമുക്കുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ നമുക്ക് ഉപയോഗമല്ലാത്ത രീതിയിലാകുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾ വളരെയേറെ സമ്പത്തിൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധ ചെലുത്തുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് പൈസ സൂക്ഷിക്കാതെ പല സ്ഥലങ്ങളിലായിട്ട് അല്ലെങ്കിൽ പല ബാങ്കുകളിലായിട്ടൊക്കെ പൈസ സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ കുറച്ച് ബുദ്ധിമുട്ടിലാവാൻ, സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്കൊക്കെ ചെന്ന് പെടാനുള്ള സാധ്യതകളുണ്ട്. അന്യരുടെ കയ്യിൽ നമ്മുടെ പൈസ അകപ്പെട്ടു പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. പിന്നെ ആയുസ്സിന് ദോഷമില്ല. അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലത്ത് ആയുസ്സിന് ദോഷമില്ല. ബാക്കി എല്ലാ രീതിയിലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ നല്ല സമയമാണ്. അതുപോലെ സാമ്പത്തിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മോശം സമയമാണ്. നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് ബാങ്കിലൊക്കെ പ്രവർത്തിക്കുന്നവർ കൃത്യമായിട്ട് കണക്കും കാര്യങ്ങളുമൊക്കെ നോക്കിയില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടായി തീരും. അതുപോലെ കൊണ്ടുവരുന്ന പൈസയെല്ലാം ബാക്കിയുള്ളവർ കൊണ്ടുവരുന്ന പൈസയ്ക്കൊക്കെ കൃത്യമായിട്ട് എണ്ണി നോക്കി തന്നെ വാങ്ങിക്കേണ്ട ഒരു സമയമാണ്. കാരണം ഇപ്പോൾ ധനനഷ്ടം, നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പൈസ ഇറങ്ങേണ്ട ഒരു സമയമാണ്. വളരെയേറെ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ധനുരാശിയിലേക്ക് പോകാം. ധനുരാശിയിലെ നക്ഷത്രങ്ങളെന്ന് പറയുമ്പം മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാൽഭാഗവും ചേർന്നതാണ് ധനുരാശിയിലെ നക്ഷത്രങ്ങൾ. ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ പൊതുവേ നല്ല സമയമാണ്. കാര്യം രാശിയാധിപതിയായിട്ടുള്ള ഗ്രഹം 7ാം ഭാവത്തിൽ നിൽക്കുന്നതാണ്. 7ാം ഭാവം എന്ന് പറയുമ്പം യാത്ര ചെയ്യാൻ പറ്റിയ, ഭാര്യയ്ക്കും ഭർത്താവിനൊക്കെ ഒരുമിച്ച് വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതിനൊക്കെ പറ്റിയ ഒരു സമയമാണ്. യാത്രാ രാശിയിലാണ് വ്യാഴം നിൽക്കുന്നത്. അതുപോലെ തന്നെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഏറ്റവും അനുയോജ്യമായ സമയമാണ്. ബാങ്കിങ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും നല്ല സമയമാണ്. പൊതുവേ നിങ്ങൾക്ക് ഒരു സന്തോഷപ്രദമായിട്ടുള്ള ഒരു ദിവസമായിരിക്കും ഇന്നത്തെ ദിവസം. അതുപോലെ തന്നെ എല്ലാ ദിവസവും നിങ്ങൾ കൃത്യമായിട്ടും രാവിലെ ക്ഷേത്രത്തിൽ പോയിട്ട് വേണം ഓഫീസിലേക്ക് ഒക്കെ പോകാനുള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല ദിവസങ്ങളിലും ചില കഷ്ടകാലങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ കഷ്ടകാലങ്ങളൊക്കെ തട്ടി നീങ്ങി പോകണമെങ്കിൽ ഈശ്വരൻ്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എത്രയൊക്കെ ഈശ്വരാധീനം നമുക്കുണ്ടെങ്കിലും നമ്മൾ കൂടെ ഭഗവാനുമായിട്ട് കുറച്ച് സാമീപ്യം ഉണ്ടാകുന്നത് ഏറ്റവും നല്ലത്. എപ്പോഴും നമ്മൾ ഭഗവാനോട് ചേർന്നിരിക്കുന്നതാണ്. എല്ലാ ദിവസവും നമ്മൾ അമ്പലത്തിൽ പോവുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ കുടുംബത്തിൻ്റെ അഭിവൃദ്ധിക്കും ഐശ്വര്യത്തിനും ഏറ്റവും ഉചിതമാണ്. നിങ്ങൾ കഴിയുന്നതും എല്ലാ ദിവസവും അമ്പലത്തിൽ പോവുക. മുൻപൊക്കെ അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഇന്നത്തെ കാലത്ത് അതൊക്കെ കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഈ സമയം നല്ല സമയമാണെങ്കിലും ഇതിനെ കുറച്ചുകൂടെ മനോഹരമാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ മഹാവിഷ്ണുവിൻ്റെ അമ്പലത്തിലും അവതാര വിഷ്ണുവിൻ്റെ അമ്പലങ്ങളിലൊക്കെ സന്ദർശിക്കണം. കാരണം നിങ്ങൾക്ക് ധനനഷ്ടം വരാനുമുള്ള സാധ്യതകൾ കൂടെ നമുക്ക് തള്ളിക്കളയാനാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് നരസിംഹമൂർത്തിയുടെ ക്ഷേത്രത്തിലൊക്കെ പോകണം. കടമൊക്കെ ഉണ്ടാവും, അത് സൂക്ഷിക്കണം. അപ്പോൾ അതുകൊണ്ട് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ പോയി പാനകം ചെയ്യുന്നത് വളരെ നല്ലതാണ്. കടമൊക്കെ തീരാനായിട്ട് വളരെ നല്ലതാണ്. കാരണം നിങ്ങൾക്ക് വ്യാഴം 7ാം ഭാവത്തിൽ നിൽക്കുന്നത് ശരിയാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടകശനി കാലവും കൂടെയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഫിനാൻഷ്യലിയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പൈസയൊക്കെ നഷ്ടപ്പെട്ടു പോകാതൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ധനാഗമം ഉണ്ടാകും, മോശമൊന്നുമല്ല. പക്ഷേ അതിനെക്കാട്ടി കൂടുതൽ വരവിനേക്കാളേറെ ചിലവ് വർദ്ധിക്കുന്ന ഒരു സമയം കൂടെയാണിത്. വളരെയേറെ ശ്രദ്ധിക്കുക. അതുപോലെ പൈസയൊക്കെ കൊണ്ടുവന്ന് നമ്മൾ വിദേശയാത്രയ്ക്ക് നല്ല സമയമാണെന്ന് പറയുമ്പോൾ പൈസയൊക്കെ കൊണ്ടുവന്ന് ആലോചനാ ബുദ്ധിയില്ലാതെ ആരുടെയെങ്കിലും കൈ കൊടുത്തു കഴിഞ്ഞാൽ ആ പൈസയൊക്കെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് കൃത്യമായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരെ തന്നെ പൈസ ഏൽപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മകരം രാശിയുടെ ഫലമാണ്. മകരം രാശിയിലുള്ള നക്ഷത്രങ്ങളെന്ന് പറയുമ്പോൾ ഉത്രാടത്തിൻ്റെ 3/4 ഭാഗവും അതുപോലെ തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ പകുതിയും ചേർന്നതാണ് മകരം രാശി. മകരം രാശിക്കാർ വളരെയേറെ സൂക്ഷിക്കണം. സൗഹൃദ ബന്ധങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും ആലോചിക്കാതെ സൗഹൃദം കൂടരുത് ആരുമായിട്ടും. കാരണം ചതിക്കപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം ചന്ദ്രലഗ്നത്തിൽ 4 ഗ്രഹങ്ങൾ ഒരുമിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ വേണ്ട സമയമാണ്. പക്ഷെ പൊതുവേ നിങ്ങളുടെ സമയം നല്ലത് തന്നെ ആയിരിക്കും. 6ാം ഭാവത്തിൽ വ്യാഴമാണ്. 6ാം ഭാവത്തിൽ വ്യാഴം വരുമ്പം നമ്മുടെ ശത്രുക്കളൊക്കെ, പിണങ്ങിപ്പോയ ശത്രുക്കളൊക്കെ നമ്മളിലേക്ക് വന്ന് ചേരാനും അതുപോലെ കൊടുത്ത പൈസയൊക്കെ തിരിച്ച് കിട്ടാനും ഒക്കെയുള്ള സമയമാണ്.
അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ പൈസ കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ സമയം ആ പൈസ ചോദിച്ച് വാങ്ങിക്കാൻ അനുയോജ്യമായിട്ടുള്ളൊരു സമയമാണ്. കാരണം ശത്രുക്കളുടെ കയ്യിൽ ഇപ്പോൾ പൈസയുള്ള സമയമായിരിക്കും കേട്ടോ. 6-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുകയാണ്. അപ്പം ശത്രുക്കൾക്ക് ഏറ്റവും നല്ല സമയമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് ശത്രുക്കളൊന്നും പൈസ തട്ടിയെടുത്തുകൊണ്ട് പോകാതെ അതിർത്തി തർക്കങ്ങളൊക്കെ ഉണ്ടാവാതെയൊക്കെ സൂക്ഷിക്കണം. അതുപോലെ വസ്തു സംബന്ധിച്ചിട്ടുള്ള തർക്കമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇപ്പം കേസൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം നല്ല രീതിയിൽ തീരുകയും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. കേസ്, കടം, വഴക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഉണ്ടാവും. അപ്പം ഇപ്പം നിങ്ങൾക്ക് ആരെങ്കിലും പൈസ തരാനുണ്ടെങ്കിൽ വാങ്ങിക്കുക, ആർക്കും ഇപ്പോൾ പൈസ കൊടുക്കാതിരിക്കുക. ഇത് രണ്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഗുളിക കാലം നോക്കിയിട്ട് കടം ഉണ്ടെങ്കിൽ ആ കടം തീർക്കുമ്പോൾ നിങ്ങൾ ഗുളിക കാലം നോക്കിയിട്ട് തീർക്കുന്നത് നല്ലതായിരിക്കും. അത് നമ്മൾ രാഹുകാലം നോക്കുന്ന പോലെ തന്നെ കലണ്ടറിലും പഞ്ചാംഗത്തിലൊക്കെ ഗുളിക കാലവും ഉണ്ട്. അപ്പോൾ ആ ഗുളിക കാല സമയത്ത് നിങ്ങൾ കടം വീട്ടാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കടം വീട്ടാൻ പറ്റും. നിങ്ങൾ എപ്പോഴും കടം വീട്ടുമ്പോൾ ഗുളിക കാലം തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും അനുയോജ്യമായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് കുംഭൻ രാശിയെക്കുറിച്ചാണ്. അവിട്ടത്തിൻ്റെ അവസാനത്തെ 2 പാദവും ചതയവും പൂരൂരുട്ടാതിയും ചേർന്നതാണ് കുംഭൻ രാശി. അപ്പോൾ ഈ രാശിക്കാർക്ക് 5-ാം ഭാവത്തിൽ വ്യാഴമാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ സാധിക്കുന്ന സമയമാണ്. അതുപോലെ സന്താനകാരകനായിട്ടുള്ള വ്യാഴമാണ് 5-ാം ഭാവത്തിൽ വന്ന് നിൽക്കുന്നതെങ്കിലും നിങ്ങൾക്ക് ഇത്രയും കാലമായിട്ട് സന്താനം ഉണ്ടാകാത്തവർക്കൊക്കെ ഇപ്പോൾ ചാരവശാൽ ഉള്ള ഭാഗ്യം കൊണ്ട് സന്താന ഭാഗ്യം ഉണ്ടാകാനുള്ള സമയമാണ്. കൃത്യമായിട്ടുള്ള അതിനുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ കിട്ടേണ്ട ഒരു സമയം കൂടെയാണ് ഇപ്പോൾ നിലവിൽ നടക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ സന്താന ഭാഗ്യമൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ മനസ്സിൽ വിചാരിക്കുന്ന ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. ഈശ്വരാധീനമാണ്. നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു ഈശ്വരാധീനം ഉണ്ടാവും. എന്ത് കാര്യങ്ങളായാലും സാധിക്കണമെങ്കിൽ ഇപ്പോൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് സാധിക്കാൻ പറ്റും. കാരണം അത്രയ്ക്ക് നല്ല ഈശ്വരാധീനമുള്ള ഒരു സമയമാണ്. 2-ാം ഭാവത്തിൽ ശനിയുണ്ട്. അപ്പോൾ കടം വരാതെയും കൂടെ ഒന്ന് സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് മാത്രം. ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ നല്ലതാണ്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊന്നും അത്ര നല്ല സമയമല്ല. പൊതുവെ ഇത്തിരി മോശം സമയമായിരിക്കും ഇത് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്. അതുപോലെ വാക്കുകൊണ്ട് സമ്പാദിക്കുന്നവർക്ക്, അധ്യാപക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പൊതുവെ കുറച്ച് മോശം സമയമായിരിക്കും. അതുപോലെ ആരുടെങ്കിലുമൊക്കെ എടുത്ത് എന്തെങ്കിലും കാര്യം നേടാൻ പോകണമെങ്കിൽ ഒരു മീഡിയേറ്ററെ വെച്ച് നേടുന്നതായിരിക്കും നല്ലത്. കാരണം പറയാനായിട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ ഒന്നിലും മറന്നു പോകും, ഇല്ലെങ്കിൽ പറയാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വന്നു പോകും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒരു മീഡിയേഷൻ എപ്പോഴും ആവശ്യമാണ്. ഒരാളെ ഇടയ്ക്ക് നിർത്തിയിട്ട് അവരെ കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ബാക്കിയുള്ളവരോട് അവതരിപ്പിക്കാനുണ്ടെങ്കിൽ അതിനായിട്ട് കണ്ണിങ്ങുള്ള ആൾക്കാർ, ബുധൻ്റെ സ്വാധീനം കൂടിയ ആൾക്കാരെ കണ്ടെത്തി അവരെ കൊണ്ട് കാര്യങ്ങൾ പറയിപ്പിച്ച് സാധിച്ചെടുക്കുന്നതായിരിക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും അനുയോജ്യം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മീനം രാശിക്കാരെ കുറിച്ചാണ്. മീനം രാശിക്കാർക്ക് ലഗ്നത്തിൽ ശനി, ചന്ദ്രലഗ്നത്തിൽ ശനി സഞ്ചരിക്കുന്ന സമയമാണ്. മീനം രാശിക്കാരെന്ന് പറയുമ്പോൾ പൂരൂരുട്ടാതിയുടെ അവസാനത്തെ പാദവും ഉത്രട്ടാതിയും രേവതിയും ചേർന്നതാണ് മീനലഗ്നം. മീനലഗ്നക്കാർക്ക് ഈ സമയമെന്ന് പറഞ്ഞാൽ 4-ാം ഭാവത്തിൽ വ്യാഴം ഈശ്വരാനുഗ്രഹത്തോടു കൂടി നിൽക്കുന്നുണ്ടെങ്കിലും ലഗ്നത്തിൽ ശനി നിൽക്കുന്നതിൻ്റേതായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, വാതരോഗങ്ങൾ, അതുപോലെ തന്നെ ഡിപ്രഷൻ പോലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ വിഷജന്തുക്കളുടെ കടിയേൽക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പം നിലവിൽ നടക്കേണ്ട സമയമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്ന് പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ ഈ കടന്ന കൂടൊക്കെ കണ്ടു കഴിഞ്ഞാൽ കല്ലെടുത്തെറിയാനോ അല്ലെങ്കിൽ അത് കത്തിച്ച് കളയാനോ ഒക്കെ പോകുന്നത് വളരെയേറെ സൂക്ഷിച്ച് വേണം. അതുപോലെ പട്ടിയെടുത്തായാലും പൂച്ചയെടുത്തായാലും ഒക്കെ സൂക്ഷിച്ച്, നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ജന്തുക്കളോടാണെങ്കിൽ പോലും വളരെയേറെ സൂക്ഷിച്ചിടപെടുന്നതായിരിക്കും ഈ ഒരു സാഹചര്യത്തിൽ നല്ലത്. കാരണം ഇത് 7ര ശനിയുടെ പരമോന്നതമായിട്ടുള്ള ഒരു സമയമാണ്. ഏറ്റവും ജന്മശനി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ജന്മശനി ഉള്ളവർ വളരെയേറെ സൂക്ഷിക്കുക. വീട് വിട്ടു പോകാനുള്ള പ്രവണതകളൊക്കെ ഉണ്ടാകും. കാരണം വീട്ടുകാരിൽ നിന്നൊന്നും നല്ല ഒരു പെരുമാറ്റം പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരു സമയമാണ്. വീട് വിട്ട് പുറത്ത് പോകാനുള്ളൊരു ടെൻഡൻസി ഉണ്ടായാൽ പോലും താൽക്കാലികമായിട്ട് നിങ്ങൾ കുറച്ച് ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കുക എന്നല്ലാതെ നിങ്ങൾ വീട് ഉപേക്ഷിച്ചെങ്ങും പോകാനൊന്നും പാടില്ല. ബന്ധുക്കൾക്ക് നിങ്ങളോട് സ്നേഹം ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല, ഇപ്പോഴത്തെ സമയം കുറച്ച് മോശമായതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നതാണ്. ആർക്കും സ്നേഹമില്ല, ഒറ്റപ്പെട്ടു പോയി എന്നൊക്കെയുള്ള ഫീലിംഗ് ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണിത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക. പക്ഷേ ഈശ്വരാധീനം പൂർണ്ണമായിട്ടുണ്ട്. വീട്, വാഹനമൊക്കെ സമ്പാദിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മളെ എല്ലാം മീനൻ രാശി വരെയും എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ
എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ വാക്കുകൾ ഇവിടെ ഞാൻ നിർത്തുകയാണ്. ഇനി വേറൊരു ദിവസം നമുക്ക് കാണാം.